എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കാര്യം നമ്മൾ കുറെ പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരു പൂവേ, മാനത്തെ കോട്ടിൽ മണിക്കുത്ത് ഇറങ്ങി. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഞാൻ ഇത് കണ്ടപ്പോൾ തൊട്ടേ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യമാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു ബ്യൂട്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേർഡായിരിക്കും യു ആർ സോ പ്രിറ്റി, അവർ യു ആർ സോ ബ്യൂട്ടിഫുൾ. അതിനുശേഷമായിരിക്കും നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് എന്ന് ആരും മുഖത്ത് നോക്കി പറയാറില്ല അല്ലേ, അത് മറ്റൊരാളിൻ്റെ അടുത്തായിരിക്കും പറയുന്നത്. ബട്ട് യു ആർ സോ പ്രിറ്റി എന്ന് മിക്കപ്പോഴും മുഖത്ത് നോക്കി പറയാറ്. ഐ എം സോ ഹാപ്പി. ചേച്ചി നമുക്കൊരു പാട്ടിൽ കൂടെ തന്നെ നമുക്ക് തുടങ്ങിക്കൂടെ? ചേച്ചി നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു കേട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പാട്ട് പാടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്ക് പാട്ട് ഇഷ്ടമാണ്. അതിൻ്റെ വള്ളിയും പുള്ളിയൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവും. ശരത് സാർ പറയുന്ന പോലെ അതിൻ്റെ സംഗതി അവിടെ ഇത്തിരി പോയി, ചിത്ര ചേച്ചി പറയുന്ന പോലെ അതിൻ്റെ ശ്രുതി ഇച്ചിരി ഇവിടെ പോയി, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ പാട്ട് എനിക്കിഷ്ടമാണ്. ഒരു 2 ലൈൻസ് നമുക്ക് വേണ്ടി പാടാൻ പറ്റും? നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി, 1000 ഉന്മാദരാത്രികൾ തങ്കന്തം ആത്മതളത്തിൽ പൊലിഞ്ഞു, ആത്മതളത്തിൽ പൊലിഞ്ഞു. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി. ചേച്ചി, അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ചേച്ചിക്ക് ഒരു പോയിന്റിൽ ഉണ്ടാവില്ല എൻ്റെ ലൈഫ് പൂർണ്ണത വരണമെങ്കിൽ ഞാനൊരു സ്ത്രീ ആവണം എന്നൊരു തോന്നലുണ്ടായിരുന്നില്ലേ? അതെങ്ങനെയായിരുന്നു, എപ്പോഴായിരുന്നു ഉണ്ടായിരുന്നത്? അത് ഈ സർജനിനെ പറ്റിയൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിവില്ലാത്ത ഒരു ലോകത്താണ് ഞാൻ എൻ്റെ ജെൻഡർ തിരിച്ചറിയുന്നത്. അതിനൊരു സർജറി ഒരു പ്രോസസ്സിങ് ആണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഐ എ വുമൺ, ഇതാണ് ഞാൻ. അപ്പം എന്നിലുള്ള അവ്യക്തമായിട്ടുള്ള എന്തോ ഒന്ന് എന്നെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായത് ഈവൻ ഞാൻ ഒരുപാട് സെലിബ്രിറ്റികളുടെ കൂടെ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കാറുണ്ട്. അപ്പം ആ സമയങ്ങളിലെല്ലാം ഞാൻ അവരുടെ കൂടെ സഞ്ചരിക്കുമ്പം ഞാനൊരു പെണ്ണാണ്. ഇവിടെ നമ്മൾ എയർപോർട്ടിൽ നമ്മളെ ഇങ്ങനെ മാറ്റി നിർത്തുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെയിൽ കാറ്റഗറിയിലെ മെയിൽ ക്യൂവിലേക്കൊക്കെ വിടുമ്പോൾ ഓ മൈ ഗോഡ്, ഞാൻ അത്രയും സമയം ഞാൻ എന്താ പറയുക, ഒരു ഇങ്ങനെ നെഞ്ചിലിങ്ങനെ പടപടപടപടപടപടപടാ ഇടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാനൊരു പെണ്ണാണല്ലോ, എനിക്ക് അപ്പുറത്ത് നിൽക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളത്. ബട്ട് കൊച്ചിൻ എയർപോർട്ടിലൊക്കെ ആ സമയത്തൊക്കെ ചില സമയങ്ങളിലെങ്കിലും ഞാൻ ലേഡീസിൻ്റെ ക്യൂവിൽ നിന്നങ്ങ് പോകാറുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ വലിയ ഡിസ്ക്രിമിനേഷൻ അവിടെ വന്നിട്ടില്ല. പക്ഷെ പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ ഷുഡ് ബി മസ്റ്റ് നമ്മൾ അവിടെ നിൽക്കണമല്ലോ. അപ്പം അങ്ങനെയാണ് ഞാനിങ്ങനെ സർജറീനെ സീരിയസ് ആയിട്ട് ഞാൻ എടുത്തത്. എനിക്കിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു മെയിൽ ബോഡിയിൽ ട്രാവൽ ചെയ്തിരുന്ന ഒരാളാണ് ഒരു ഫീമെയിലിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ അതിനകത്ത് ഒരുപാട് ഡിഫിക്കൽട്ടീസ് വരാനുണ്ട്. കാരണം നമ്മുടെ പാസ്പോർട്ട് ചേഞ്ചിങ് വരുമ്പം 2 ആളാവും. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ട്രാവൽ ഹിസ്റ്ററിയിൽ നമ്മൾ മെയിലായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടല്ലോ. എഗെയിൻ നമ്മളൊരു ഫീമെയിൽ പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പം ഒരു ഫീമെയിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ തമ്മിൽ മിസ്മാച്ചിങ് വരും. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കവെയാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ സർജറിയുടെ പ്രോസസ്സിങ് അങ്ങ് മാറ്റിവെച്ചത്. മറ്റുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഞാൻ ചെയ്തു. എൻ്റെ ഫൈനൽ സർജറി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിങ് എനിക്ക് ഇതുപോലുള്ള പ്രോബ്ലംസുകൾ ഞാൻ നേരിട്ടപ്പോൾ എന്തും വരട്ടെ ഞാനത് ഫേസ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ ഏറ്റെടുത്തതാണ് എൻ്റെ സർജറി. ഓക്കെ. ചേച്ചി ഫാമിലിയിലേക്ക് അത്രയും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയാം. 15ാമത്തെ വയസ്സിൽ ഇഷ്ടിക കളത്തിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഇപ്പോൾ ഉള്ളി രഞ്ജിമാരിലേക്ക് നിൽക്കുമ്പോൾ ചേച്ചി പ്രൗഡായിരിക്കും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്താണ് ചേച്ചി ഈ ഒരു ജേണിയിൽ? ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ വെരി പ്രൗഡാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈമിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഈ ഒരു പ്രൗഡ് മൂമെൻറ്റ് കാണാൻ ചിലരില്ലാതെ പോയതിൻ്റെ ഒരു നഷ്ടസ്വപ്നവും കൂടിയുണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റെ അച്ഛൻ, അതാണ് മെയിൻലി. എൻ്റെ അച്ഛനില്ല. എൻ്റെ അച്ഛൻ തളർന്നു കിടക്കുമ്പോഴാണ് ഞാൻ പതുക്കെ പിച്ച വെച്ച് ഉയരാൻ തുടങ്ങിയത്. ഞാനൊന്ന് കാല് നിവർത്തി നിൽക്കുന്നപ്പോൾ എൻ്റെ അച്ഛന് അത് ആസ്വദിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളിലെല്ലാത്തിൻ്റെയും ഒരു അംശം കൈപ്പറ്റാനും അത് ആസ്വദിക്കാനും അതിൽ അന്തസ്സോടുകൂടി നിൽക്കാനും അതിൽ അഭിമാനം കൊള്ളാൻ എൻ്റെ അച്ഛനില്ല എന്നുള്ളൊരു സങ്കടം എവിടെയോ എനിക്കുണ്ട്. അതൊഴിവാക്കിയാൽ ഐ എം സോ ഹാപ്പി.
പഠിക്കാൻ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം ചേച്ചിക്ക് ആ ഒരു എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, എന്നെ സംബന്ധിച്ച് അന്നും ഇന്നും ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ഒരേ ഒരു കാര്യം, ഇവൻ ഇപ്പോൾ കമ്മ്യൂണിറ്റി ആണെങ്കിലും മറ്റുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഞാൻ പൊതുവെ പറയുന്നത് വിദ്യാഭ്യാസം ഒരു വലിയൊരു മാനദണ്ഡം തന്നെയാണ്. എന്ന് കഴിഞ്ഞ് എല്ലാം തികഞ്ഞവർ എന്നുള്ള അർത്ഥമല്ല, പക്ഷെ നമുക്ക് വേണം, വിദ്യാഭ്യാസം വേണം. ആ വിദ്യാഭ്യാസം എനിക്ക് ഉദ്ദേശിച്ച തരത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു സങ്കടം എനിക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ബട്ട് ആ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാത്തതിൻ്റെ പ്രോബ്ലംസുകൾ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം വിദ്യാഭ്യാസത്തിനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കണ്ട് ഞാനൊരു ഹയർ സ്റ്റഡിയിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ്. ഓക്കെ, ഗ്രേറ്റ്. അതുപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ ചേച്ചി 27 ഇയേഴ്സായി മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഈ ഫിലിം സൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് ചേച്ചീനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു, കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പറഞ്ഞ്. അത് എന്തായിരുന്നു? അതെല്ലാം ഒരു സമയത്തെ ഒരു അവസ്ഥയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം അന്നത്തെ ജനങ്ങൾക്ക് അത്രയും അവയർനെസ് ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് കളിയാക്കാനും പന്ത് തട്ടി കളിക്കാനും ഉള്ള ഒരു വസ്തുവായിട്ടാണ് അന്ന് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസിനെ പലരും കണ്ടിരുന്നത്. പിന്നീട് ഇതിൻ്റെ ബോധം വന്ന് തുടങ്ങിയതിന് ശേഷമാണ് പുനർചിന്തിക്കാൻ തുടങ്ങിയത്. അതിപ്പോൾ എല്ലാവരിലും അങ്ങനെയാണല്ലോ. ആദ്യം തോന്നുന്ന ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കില്ല കുറച്ചങ്ങോട്ട് നീങ്ങിപ്പോകുമ്പോൾ. ഇതിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒരു വിഭാഗം ആൾക്കാർക്ക് ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഒരു വിഭാഗം ആൾക്കാർ അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈമിൽ മറ്റൊരു വിഭാഗം ഇതൊന്നും പാടില്ല എന്ന് വാശി പിടിക്കുന്നൊരു വിഭാഗമുണ്ട്. ഇവരെ ആരെയും നമുക്ക് തടയിടാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു മനുഷ്യൻ്റെ ചിന്താഗതികളാണ്. അക്സെപ്റ്റ് ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ആ ഒരു ചേഞ്ച് ഇപ്പം നിലവിൽ ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും വന്ന് നല്ല രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളെയൊക്കെ ചെല്ലുമ്പോൾ പണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ മടിച്ചിരുന്ന ആ ഒരു പ്രൊഡക്ഷനിലേക്ക് നമ്മൾ ഇന്ന് ചെല്ലുമ്പോൾ നമ്മളുടെ ഫുഡിൻ്റെ മെനു ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊരു തരം എന്താ പറയുക, വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നില്ല. ഒരിക്കലും അതൊരു വിജയമായിട്ട് ഞാൻ കാണുന്നില്ല. മനുഷ്യൻ്റെ മാനസിക ചിന്താഗതികളിൽ വന്ന മാറ്റമായിട്ടാണ് ഞാൻ. പക്ഷേ ഈ ഒരു ജെൻഡറിനെ വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ചേച്ചി പ്രൗഡായിരിക്കില്ല ഉറപ്പായിട്ടും? അല്ല, ഞാനായിട്ട് കൊണ്ടുവന്ന ചേഞ്ചുകളല്ല. ഇവനിപ്പോൾ എനിക്ക് വേണമെന്ന് തോന്നിയതിനെ ഞാൻ നേടിയെടുത്തതാണ്. ഞാനായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എപ്പോഴും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വരുന്ന ഒരു പ്രൗഡ് മൊമെന്റിൽ നിൽക്കുന്ന ഒരാളാണ് ചേച്ചി, അതുപോലെ സീമ വിനീത്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാവരും അവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. എല്ലാവരും മൺമറഞ്ഞു പോയ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. നമ്മൾക്ക് വേണ്ടിയിട്ട് മരണം കൈവരിച്ചവരിവിടെ ഉണ്ട്. അപ്പം അത്തരം ആൾക്കാരുടെ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ഒരു സ്വീകാര്യത വരുന്നത്. അതുകൊണ്ട് ഞാനായിട്ട് അതിനകത്ത് കൊണ്ടുപോയി ഒന്നും ചെയ്തു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ബട്ട് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ നേടിയെടുത്തു. എന്നോടൊപ്പം നിൽക്കുന്നവർക്ക് അത് ആസ്വദിക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാനുള്ള അവസരമുണ്ടായി എന്നുള്ളത്. ഇപ്പോഴും ആ ഒരു കമ്മ്യൂണിറ്റിക്ക്, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് ഫ്രീഡം കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട്? ഇല്ല 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 ഇല്ല. കാര്യം ഞാൻ ചോദിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, റീസെൻ്റ് ഒരു 4 ഡേ ബാക്ക് പാലാരിവട്ടത്ത് വെച്ച് ഒരു ലേഡി രണ്ടുപേരെ ഒരു പുരുഷൻ കുറച്ച് പേർക്ക് കൂടെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് ന്യൂസിലൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നിൽക്കുന്ന സമയത്തും ഈ ഒരു മൊമെന്റിൽ നിൽക്കുമ്പോഴും ഒരു ചേഞ്ച് ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വന്നിട്ടുണ്ടോ? അതല്ല, ചേഞ്ച് വരാത്ത റീസൺ ആയിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും സ്പെസിഫിക് റീസൺ? അല്ല, റീസൺ അല്ല അതിനകത്ത്. ഇത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, മനുഷ്യന്റെ ചിന്താഗതികൾ തന്നെയാണ്. ഒരുപറ്റം ആൾക്കാർക്ക് എവിടെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപറ്റം ആൾക്കാർ ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് നിൽക്കുന്നത്. ഒരുപറ്റം ആൾക്കാർ വേണ്ട എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. മനസ്സിലായില്ല? പക്ഷെ ഈ വേണ്ട എന്ന് നിൽക്കുന്നവർക്കാണ് ഇവരെ ആവശ്യം. രാത്രി കാലങ്ങളിൽ ഇവർക്ക് ആവശ്യം ഈ വേണ്ട 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 എന്ന് പറയുന്നവർക്കാണ്. ഇത്തരം ആൾക്കാരെ ഞങ്ങൾക്ക് താല്പര്യമില്ല, അവരെ അടിച്ചോടിക്കണം എന്ന് പറയുന്നവർ ഇരുട്ടിന്റെ മറപറ്റി വരുന്നുണ്ട്. അവിടെ നേരിട്ടതിന്റെ പ്രത്യാഘാതമാണ് ഏഞ്ചലും മറ്റേ മോളും, അവളുടെ പേര് ഞാൻ മറന്നുപോയി, അവൾക്കും ഏറ്റെടുക്കേണ്ടി വന്നത്. പക്ഷെ അത് ഭയങ്കര ദയനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് സഹിക്കാൻ പറ്റില്ല. എനിക്ക് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിലൊക്കെ ആ ഫോട്ടോസ് വരുമ്പോൾ ഞാൻ സ്വീറ്റിയാണ് ഈ കാര്യങ്ങളെല്ലാം എന്നോട് ഷെയർ ചെയ്യുന്നത് എപ്പോഴും.
മമ്മി ഇങ്ങനെയാണ്. അപ്പം എനിക്കത് കാണുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ സ്ഥലത്തില്ല, നമുക്ക് പോയി പ്രതികരിക്കാനോ ഒന്നിനും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ. പക്ഷെ ഇപ്പോൾ അതിന് നിയമവശങ്ങളെല്ലാം മാറി വന്നു, ആക്ഷൻ കമ്മിറ്റി ഉണ്ട്. അപ്പോൾ അത് വേണ്ടുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. കുറച്ചുകൂടി ഒരു നിയമം സ്ട്രോങ് ആവണം എന്ന് തോന്നിയിട്ടുണ്ട് ഈ ഒരു പലപ്പോഴും. ഏത് രീതിയിലേക്കുള്ള നിയമം? എല്ലാ തരത്തിലും തുല്യത കൊണ്ടുവരണം, എല്ലാ തരത്തിലും. ഇപ്പൊ ഇക്വാലിറ്റി എന്നുള്ളതിനേക്കാൾ ഉപരി ഇക്വിറ്റിയാണ്. ഇക്വാലിറ്റി നമ്മൾ പറയുകയാണ്, നമ്മൾക്ക് ആവശ്യമുള്ളതിന് തരിക എന്നുള്ളതല്ലേ ശരിക്കും വേണ്ടത്. അപ്പൊ അത് ഇവിടെ നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ്. പോലീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്, അതിനകത്തേക്കൊക്കെ നമ്മൾ വിളിച്ചിട്ട് ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. അവിടെ നിന്നുള്ള പ്രതികരണം മനസ്സിലായ പല ഹെൽപ്പ് ലൈനുകളും ഉണ്ട്. സ്ത്രീകൾ രാത്രി സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ, സഡൻ ആക്ഷൻ എടുക്കും. എവിടെ സഡൻ ആക്ഷൻ എടുക്കുന്നു? എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇതിന്. ഞാനൊരു ദിവസം ഒറ്റക്കായിരുന്ന സമയത്ത് ഞാൻ ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചു. വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്തതായിരുന്നു, ജസ്റ്റ് കട്ട് ചെയ്തു. പക്ഷെ സ്പോട്ടിൽ എനിക്ക് കളമശ്ശേരി പോലീസ് സ്റ്റേഷനും അതുപോലെ കൺട്രോൾ ലൈനിനും കോൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസിൽ എന്ന് വെച്ചാൽ സേഫ് ആണോ എന്ന് ചോദിച്ചു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസിന്റെ ബേസിലാണ് ചേച്ചി ഇത് പറഞ്ഞത്? എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ എൻ്റെ പ്രൊട്ടക്ഷൻ ഞാൻ ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ. അറ്റ് ദ സെയിം ടൈമിൽ പലപ്പോഴും കമ്മ്യൂണിറ്റികൾക്ക് അത് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല. മനസ്സിലായോ? ഒന്നെങ്കിൽ എൻ്റെ കൂടെ ഡ്രൈവർ ഉണ്ടാകും, അല്ലെങ്കിൽ എൻ്റെ കൂടെ അസിസ്റ്റൻസ് ഉണ്ടാകും. ബട്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എല്ലാവർക്കും ഇങ്ങനെ നടക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അവർക്ക് എവിടെയെങ്കിലും വെച്ചിട്ടൊരു ഹെൽപ്പ് ആവശ്യമുള്ളപ്പോൾ ഈ നമ്പറിൽ വിളിക്കുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല. മനസ്സിലായോ?